എറണാകുളം കളക്ടറേറ്റിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് ഊരിയ 14 ഫ്യൂസുകളും തിരികെ ഘടിപ്പിച്ചു. ജില്ലാ കളക്ടറും KSEB ചെയർമാനും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കുടിശ്ശിക മാർച്ച് 30-നുള്ളിൽ പണം തിരികെ അടയ്ക്കുമെന്ന് കളക്ടർ അറിയിച്ചു. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഈ കുടിശ്ശിക തുക ഉടൻ അടയ്ക്കാം എന്നുള്ള കളക്ടറുടെ ഉറപ്പിന്മേലാണ് KSEB ഊരിയ ഫ്യൂസുകൾ പുനഃഘടിപ്പിച്ചത്. ഇപ്പോൾ എറണാകുളം കളക്ടറേറ്റിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ. ഇന്നലെ രാവിലെ 9:30 കൂടിയാണ് KSEB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. 14 ഫ്യൂസുകൾ ഊരി മാറ്റിയപ്പോൾ ഏതാണ്ട് 30-ലധികം ഓഫീസുകളുടെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചു. കാരണം ഒരേ മീറ്ററിൽ തന്നെ ഒരേ കൺസ്യൂമർ നമ്പറിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഓഫീസുകളിലേക്ക് കറണ്ട് നൽകിയിരുന്നു. അതിനാലാണ് വൈദ്യുതി ബിൽ തുക അടച്ച ഓഫീസുകളുടെ പോലും വൈദ്യുതി വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് ഇന്നലെ ജില്ലാ കളക്ടർ KSEB ചെയർമാനുമായി ആശയവിനിമയം നടത്തുകയും അത് വിശദമായ ചർച്ചയ്ക്കൊടുവിൽ അത് 31-നുള്ളിൽ കുടിശ്ശിക തുകയായ 42 ലക്ഷം രൂപയും പിഴത്തുകയും അടയ്ക്കാമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫ്യൂസ് തിരിച്ചു കുത്തിക്കൊണ്ട് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ തീരുമാനമായത്. ഇതേ സമയം തന്നെ മീറ്ററുകൾ ഓരോ ഓഫീസിനും പ്രത്യേകമാക്കുന്നതിനുള്ള നടപടി സ്ഥാപിക്കുമെന്നും കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ നടപടികൾ ആരംഭിച്ചതായാണ് കളക്ടർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ സോളാർ പാനലുകൾ കാര്യക്ഷമമല്ല എന്ന് ജില്ലാ കളക്ടർ തന്നെ വിമർശനപരമായി പറഞ്ഞിട്ടുണ്ട്. അത് കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടിയും അടിയന്തരമായി ആരംഭിക്കും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ കളക്ടർ കൊടുത്ത ഉറപ്പ് സർക്കാരിൽ നിന്നും പണം അനുവദിച്ചെങ്കിൽ മാത്രമേ അത് നടപ്പാക്കാൻ കഴിയൂ. അതിനുള്ള സാമ്പത്തികം ഈ മാർച്ച് 31-ന് മുമ്പ് തന്നെ ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.